യേശു ക്രിസ്തുവിലുള്ള നീതീകരണം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24, 25, 26 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നീതിമാന്മാരും നീതിമതികളും ഒന്ന് കൈകൾ ഉയർത്തി കാണിക്കൂ. ആരുമില്ലേ? ഇവിടെ ഇരിക്കുന്ന നീതിമാന്മാർ നീതിമതികൾ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി കാണിച്ചേ. എന്താ അത് പറ്റാത്തതെന്നറിയാവോ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് കുറ്റബോധത്തിനകത്താണ്. നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാപിയാന്ന്. നമ്മളെ കുറിച്ച് നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ആള് ശരിയല്ലെന്ന്. പക്ഷേ നമ്മൾ എങ്ങനെയാ നീതീകരിക്കപ്പെടുന്നേ? കർമ്മനീതി അല്ല, സ്വയനീതി അല്ല. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ബൈബിൾ പറയുന്നു, യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ നീതീകരിക്കും. പലരും കുറ്റബോധത്തിൽ ജീവിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും ഒക്കെ ജീവിതത്തിൽ എവിടെങ്കിലും നിങ്ങളെ കുറ്റബോധം വേട്ടയാടുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കേണ്ടത് കുറ്റബോധത്തിലല്ല, നമ്മൾ ജീവിക്കേണ്ടത് നീതിബോധത്തിലാണ്. ആരാണ് ആ നീതിയുടെ ബോധം നമുക്ക് തരുന്നത്? ബൈബിൾ പറയുന്നു, യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്ന് കരങ്ങൾ ഉയർത്തി കാണിച്ചേ. അതിന് ജാതി മാറണ്ട, മതം മാറണ്ട, അതിന് സംഘടന മാറണ്ട, ഡ്രസ് കോഡ് മാറണ്ട. യേശുവിൽ വിശ്വസിക്കുന്നവർ, ലിഫ്റ്റ് യുവർ ഹാൻഡ്. ബൈബിൾ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവരെ പിതാവായ ദൈവം നീതീകരിക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുമപ്പായാലും ദൈവം അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. അത് പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി മാറ്റും. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ മുമ്പിൽ തുറക്കുക. നിങ്ങളുടെ കുറ്റങ്ങൾ ദൈവത്തോട് ഏറ്റു പറയുക. യേശുവിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ചാൽ, സ്വർഗത്തിലെ കോടതി നിങ്ങളെ ന്യായം വിധിച്ചില്ലെങ്കിൽ ആർക്കും നിങ്ങളെ കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. ഇതിനകത്തിരിക്കുന്നവർ പറയട്ടെ, നാം എങ്ങനെയാണ് ആ നീതീകരണം പ്രാപിക്കുന്നത്? ആ നീതീകരണം പ്രാപിക്കണമെങ്കിൽ ജസ്റ്റ് ബിലീവ് ഇൻ ജീസസ്. കൂട്ടുകാരൻ നിങ്ങളെ വഴിതെറ്റിക്കാം. നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നവരും ഒരു പക്ഷേ റോങ് വേയിലേക്ക് നിങ്ങളെ നടത്താം. ഈ ഭൂമിയിലെ ആരെയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഹിസ് നെയിം ഈസ് ഹോളി സ്പിരിറ്റ്. എവിടെങ്കിലും റിജക്ഷൻസ് അനുഭവിച്ചവരിവിടെ ഉണ്ടോ? അപ്പന്റെ തിരസ്കരണം, അമ്മയിൽ നിന്നുള്ള തിരസ്കരണം, അധ്യാപകരിൽ നിന്നുള്ള തിരസ്കരണം. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്നെ ഒന്ന് തലയുയർത്തി ശ്രദ്ധിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും ബഹുമാനിക്കപ്പെടേണ്ടടുത്ത് നിങ്ങൾ അപമാനിക്കപ്പെട്ടെങ്കിൽ, സ്വീകരിക്കപ്പെടേണ്ടടുത്ത് നിങ്ങൾ നിന്ദിക്കപ്പെട്ടെങ്കിൽ, നിങ്ങളെ ചേർത്തണച്ചു നിർത്തേണ്ട വ്യക്തികൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ടാണ് നിങ്ങൾ വളർന്നതെങ്കിൽ, ഞാൻ നിങ്ങളോടത് ചെയ്തവരോട് ഞാൻ അവരുടെ പേരിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. നിങ്ങളോട് അങ്ങനെ പ്രവർത്തിച്ചവരോട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ അമ്മയ്ക്ക് തരാൻ കഴിയാത്ത സ്നേഹം, അപ്പന് തരാൻ കഴിയാത്ത സ്നേഹം, കുടുംബക്കാർക്ക് തരാൻ കഴിയാത്ത സ്നേഹം, നിങ്ങളുടെ അധ്യാപകന് തരാൻ കഴിയാത്ത സ്നേഹം, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരുന്നാലും നിങ്ങളെ കൈവിടാത്ത, നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു യേശു നിങ്ങൾക്കുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരു വഴിത്തിരിവ് ആഗ്രഹിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ്. നമ്മൾ ചിന്തിക്കും, ഒരു നല്ല ജോലി കിട്ടുമ്പം അതിൻ്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഒരു പുതിയ ബൈക്ക് മേടിച്ചാൽ അതിൻ്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ട്രൈ ജീസസ്. ട്രൈ ജീസസ്. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മൾ പല കാര്യങ്ങളും ശ്രമിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവരല്ലേ നമ്മൾ? ജീവിതത്തിൽ ആരും ആദ്യം പുക വലിച്ചപ്പം 5 പാക്കറ്റ് സിഗരറ്റ് ഒന്നിച്ച് വലിച്ചില്ല. ആദ്യം പുകച്ചപ്പം ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്തതാണ്. കാർ ഓടിക്കാൻ ഒരു ശ്രമം നടത്തി. ഇപ്പം നല്ല അടിപൊളി ഡ്രൈവറാണ്. ജീവിതത്തിലെല്ലാം ഓരോന്നും ശ്രമങ്ങൾ നടത്തി നമ്മൾ അവിടെ എത്തി. പക്ഷെ അതിൽ പലതും നമുക്ക് പ്രയോജനം ചെയ്തില്ല.
പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ട്രൈ ജീസസ്. യേശുവിനെ ഒന്ന് അറിയാൻ ശ്രമിച്ചു നോക്ക്. യേശുവിനോടൊന്ന് അടുക്കാൻ ശ്രമിച്ചു നോക്ക്. യേശു ക്രിസ്തു ഈ ഭൂമി വന്നത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ പപ്പായ്ക്ക്, നിങ്ങളുടെ ഡാഡിക്ക്, നിങ്ങളുടെ പിതാവിന് നിങ്ങളെ അറിയാവുന്നതിനേക്കാൾ, നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ അറിയാവുന്നതിനേക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്നതിനേക്കാൾ നിങ്ങളെ അറിയുന്നവനാണ് യേശു കർത്താവ്.